മുണ്ടക്കയിൽ യഥാർത്ഥത്തിൽ ആ അപകടമുണ്ടായ വലിയ ദുരന്തമുണ്ടായ ആ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ പോകുന്ന വഴിയിൽ തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ, അവരുടെ വാഹനങ്ങൾ ഒക്കെ നശിച്ചു കിടക്കുന്ന, റോട്ടിൽ അങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വിശ്വസിച്ചേ തീരൂ, ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ജീവനും ജീവിതവും ഉണ്ടായിരുന്നു. സർവം നശിച്ച ഭൂമിയിൽ വിറങ്ങലിച്ച മനുഷ്യൻ ഉറ്റവരെ തേടി ഇറങ്ങുന്നു. നമ്മളെ വീടാണ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മോഹനൻ. വീട്ടിനകത്ത് നമ്മളെ അമ്മയൊക്കെ ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിയന്ത്രണം നഷ്ടമാകുന്ന മനുഷ്യൻ. നിങ്ങൾ ഇവിടെ ഈ ചർച്ചിൽ നടത്തുകയും കാട്ടുന്നല്ല, ഇവിടെ എന്തെങ്കിലും വെച്ച് പരിപാടി ആക്കിയല്ല ആവുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടി. വളരെ സങ്കടകരമാണ്. മോഹനൻ എന്നതാണ് നമ്മോട് സംസാരിച്ചത്. അമ്മ, ഭാര്യ, എല്ലാവരും മോത്തി, ഏറെ സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. ചിലർ ഉറക്കത്തിൽ ഒന്നും അറിയാതെ പോയി. കസാരയിൽ ഇരിക്കുകയാണ് അവർ. ഇരുന്നുകൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് കസാരയിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങളുള്ളത്. അച്ഛനും അമ്മയും ഏട്ടനും മക്കളുമെല്ലാം മണ്ണടിഞ്ഞത് നോക്കി നിൽക്കാനേ ആവുന്നുള്ളൂ അവർക്ക്. വീടാണോ ഇത്? കുഞ്ഞുങ്ങളാണോ? എന്റെ അമ്മ, ഏട്ടനും മക്കളും ഏട്ടനും. മുണ്ടക്കയ്യെ ഇപ്പോൾ പൊതിഞ്ഞത് മരണത്തിന്റെ ഗന്ധമാണ്. മാറാത്ത, മറക്കാത്ത മരണഗന്ധം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.